പ്രിയമിത്രങ്ങളെ, ഇന്നത്തെ കഥയിലേക്ക് എന്റെ നല്ലവരായ എല്ലാ സുഹൃത്തുക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ സലീന. എനിക്ക് 30 വയസ്സുണ്ട്. വിവാഹിതയാണ്. ഇതുവരെ കുട്ടികളൊന്നും ആയിട്ടില്ല. കായംകുളത്തായിരുന്നു എന്റെ വീട്. ഇപ്പോൾ എന്നെ വിവാഹം കഴിച്ച് കരുനാഗപ്പള്ളി എന്ന സ്ഥലത്ത് കൊണ്ടുവന്നതാണ്. എന്റെ കെട്ടിയോൻ അജീബിന് 40 വയസ്സുണ്ട്. കരുനാഗപ്പള്ളി ടൗണിൽ ഒരു ബേക്കറി കട നടത്തുന്നു. വീട്ടിൽ ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. കായംകുളത്ത് എന്റെ വീട്ടിൽ ബാപ്പായും ഉമ്മായും ഒരനിയനുമുണ്ട്. എന്റെ ജീവിതത്തിലുണ്ടായ ഒരു സുന്ദര നിമിഷത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഞാൻ താമസിക്കുന്നതിന് 3-4 വീടിനപ്പുറത്താണ് എന്റെ കെട്ടിയോന്റെ പെങ്ങൾ ജലീലത്ത താമസിക്കുന്നത്. അവർക്ക് 3 ആൺപിള്ളേരാണ്. അതിൽ മൂത്തവൻ അനസാണ് ഇതിലെ നായകൻ. 20 വയസ്സുള്ള ഒരു ചുള്ളൻ ചെക്കൻ. എന്റെ കെട്ടിയോൻ അജീബക്കായ്ക്കാണെങ്കിൽ ബേക്കറി എന്ന ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. മറ്റൊന്നിലും ഒരു താല്പര്യവുമില്ല. ഭക്ഷണക്കാര്യത്തിൽ പോലും വലിയ താല്പര്യമില്ലെന്ന് തന്നെ പറയാം. പിന്നെ ബാക്കിയുള്ളതിന്റെ കാര്യം പറയണ്ടല്ലോ. പക്ഷെ ഇക്കായുടെ ശേഷക്കാരൻ അനസിന് എന്നെ കാണുമ്പോൾ വല്ലാത്ത ഒരു ഇളക്കമാണ്. ഞാൻ അറിയാതെ തന്നെ അവൻ എന്നെ നോക്കി നിൽക്കുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. എനിക്കും ഇക്കാര്യത്തിലൊക്കെ വലിയ താല്പര്യമായിരുന്നു. പക്ഷേ നമുക്ക് കിട്ടിയ കെട്ടിയോനോ നേരെ വിപരീതവും. അനസാണെങ്കിൽ പഠിത്തമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വെറുതെ നിൽപ്പാണ്. അവൻ വലുതായിട്ടൊന്നും പഠിച്ചില്ല. +2 വരെ പോയി. പിന്നെന്തെങ്കിലുമൊക്കെ പണിക്ക് പോകും. അവന് ഇളയത് 2 അനിയന്മാരാണല്ലോ. ഇനി പെങ്ങളില്ലാത്തതിന്റെ കുറവ് കൊണ്ടാണോ എന്നെ കാണുമ്പോൾ ഇമാതിരി ഇളക്കവും നോട്ടവും ഒക്കെ കാണിക്കുന്നത് എന്ന് ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. മാത്രമല്ല 20 വയസ്സുള്ള ചെക്കനല്ലേ, കൗമാരം കൊടികുത്തി വാഴുന്ന സമയവും. ഇപ്രായത്തിൽ ആരാ, എന്തുവാ, എന്ത് ചെയ്യണം എന്നൊന്നും അവൻ അറിയില്ലല്ലോ. ഞാൻ അവന്റെ മാമായുടെ കെട്ടിയോളാണ്. എന്നിട്ട് പോലും അവൻ എന്നെ മറ്റൊരു രീതിയിലാണ് കാണുന്നത്. അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നെ കണ്ടു കഴിഞ്ഞാലോ ആരും കുറ്റം പറയാത്ത ശരീരപ്രകൃതമായിരുന്നു എന്റേത്. വെളുത്ത അത്യാവശ്യത്തിന് തടിയും പിന്നെ അത്യാവശ്യത്തിനുള്ള എല്ലാം തന്നെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ എന്തെല്ലാം ഉണ്ടെങ്കിലും കെട്ടിയോൻ ഇതിലൊന്നും വലിയ താല്പര്യമില്ലാതിരിക്കുന്നതാണ് എന്നെ വേദനിപ്പിക്കുന്ന മറ്റൊരു സത്യം. അങ്ങനെ എന്റെ പല രീതിയിലുള്ള കൊതിയും മാറ്റിത്തരാൻ അങ്ങേർക്ക് താല്പര്യമില്ല. എങ്കിൽ പിന്നെ താല്പര്യമുള്ള ഒരാളെ കണ്ടാൽ നമ്മൾ വിട്ടുകളയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നാത്തൂന്റെ മകൻ അനസ് വീട്ടിൽ വരുമ്പോഴൊക്കെ ഞാൻ അവനോട് കുറച്ച് സ്വാതന്ത്ര്യത്തോടൊക്കെ പെരുമാറാൻ തുടങ്ങി. മാത്രമല്ല, ഞാൻ എന്തെങ്കിലും മേടിച്ചോണ്ട് വരാനൊക്കെ അവനോട് പറഞ്ഞാൽ അവൻ പെട്ടെന്ന് തന്നെ അത് വാങ്ങിക്കൊണ്ട് വരികയും ചെയ്യും. ഞാൻ എന്തു പറഞ്ഞാലും അവൻ കേൾക്കും. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ഒരാളോട് നമുക്കൊരു പ്രത്യേക സ്നേഹം തന്നെ ഉണ്ടാവുമല്ലോ. ഒരിക്കൽ എന്റെ ചെരുപ്പ് പൊട്ടിപ്പോയി. വേറൊരെണ്ണം മേടിച്ചോണ്ട് വരാൻ ഞാൻ ഇക്കായോട് പറഞ്ഞു തോറ്റു. ഞാനാണെങ്കിൽ അതിലൊരു ചെറിയ ആണി അടിച്ച് അതും ഇട്ടുകൊണ്ടാണ് നടന്നിരുന്നത്. അവസാനം അനസ് അത് കണ്ടുപിടിച്ചു. അവൻ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, ഇങ്ങെടുത്ത പൈസ ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. ഞാൻ പൈസ എടുത്തു കൊടുത്തു. അവൻ ആ നിമിഷം തന്നെ വാങ്ങിക്കൊണ്ട് വന്നു. അങ്ങനെയുള്ള എന്ത് കാര്യം അവനോട് പറഞ്ഞാലും അവൻ ഉത്തരവാദിത്വത്തോടെ അറിഞ്ഞു ചെയ്യുമായിരുന്നു. അതൊക്കെ ഞാൻ എന്റെ കൂട്ടുകാരികളോട് പറയുമ്പോൾ അവളുമാർ എന്നോട് പറയുമായിരുന്നു, ഡീ, നിന്റെ കെട്ടിയോൻ ഇതിലൊന്നും വലിയ താല്പര്യമില്ലെങ്കിൽ നീ എന്തിനാ നിന്റെ ആഗ്രഹം ഇങ്ങനെ വേണ്ടെന്ന് വെക്കുന്നത്? നീ അതിന് മറ്റെന്തെങ്കിലും വഴി കണ്ടെത്തണം. നമ്മൾ ഇപ്രായത്തിൽ സന്തോഷിച്ചില്ലെങ്കിൽ പിന്നെ വയസ്സാങ്കാലത്ത് ഇത് വല്ലതും നടക്കുമോ മോളെ? അതൊക്കെ പറഞ്ഞ് കൂട്ടുകാരികൾ എന്നെ പ്രോത്സാഹിപ്പിച്ചു. ഞാനും ചിന്തിച്ചു, ഈ അവസരത്തിൽ പടച്ചോൻ കൊണ്ടു തന്നതാണ് എനിക്ക് അനസിനെ. അങ്ങനെ എനിക്കും അവനോട് താല്പര്യമൊക്കെ തോന്നാൻ തുടങ്ങി. പക്ഷേ മാമിയാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് ഞാൻ അവനോട് ചെന്ന് ഇത്തരം താല്പര്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അവൻ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? നോക്കാം, എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. അങ്ങനെ ഞാൻ പലപ്പോഴും അവനെ എന്റെ പല കൊതിയും അറിയിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതുമല്ല, അവൻ വീട്ടിൽ വരുന്ന സമയത്തൊക്കെ എന്നോടവന് നല്ല കമ്പനിയാണ്. എന്റെ അടുത്ത് വന്ന് നിൽക്കുകയും ഞാൻ അടുക്കളയിലായിരിക്കുമ്പോൾ അവൻ വന്ന് സ്ലാബിൽ കയറിയിരുന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയും മറ്റും ചെയ്യും. ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവന്റെ ആ നോട്ടം മൊത്തം എന്റെ ശരീരഭാഗത്തിന്റെ പലയിടങ്ങളിലേക്കും തെന്നി മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാനത് കണ്ടാലും കണ്ടില്ലെന്ന മട്ടിലിരിക്കും. പക്ഷേ എന്റെ മനസ്സിലെ ആഗ്രഹം എങ്ങനെ ഞാൻ അവനെ അറിയിക്കും? അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബേക്കറിയിലേക്ക് എന്തോ മേടിക്കാൻ വേണ്ടി ഇക്കായ്ക്ക് തൃശൂർ വരെ പോകണമെന്ന് പറഞ്ഞത്.
പിറ്റേന്നേ വരത്തുള്ളെന്ന് ഇക്ക എന്നോട് പറഞ്ഞു. എന്നോട് ഇക്കായുടെ പെങ്ങൾ ജലീലാത്തയുടെ വീട്ടിൽ പോയി രാത്രിയിൽ കിടക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇക്ക പൊയ്ക്കോ, ഞാൻ പോയി കിടന്നോളാമെന്ന് പറഞ്ഞു. എനിക്കിത് പടച്ചോൻ കൊണ്ടു തന്ന നല്ലൊരു അവസരമായിരുന്നു. എന്റെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു. അത്രയ്ക്ക് അടക്കി നിർത്തിയിരുന്നത് ഞാൻ. വൈകുന്നേരം 5 മണിയായപ്പോൾ ഇക്ക ബേക്കറി അടച്ച് വീട്ടിൽ വന്ന് കുളിച്ച് റെഡിയായി തൃശൂർക്ക് യാത്രയായി. ഇക്ക പോകാഞ്ഞ് കാത്തിരുന്നത് ഞാൻ അപ്പോഴേ നാത്തൂന്റെ വീട്ടിലേക്ക് ഓടി. ഞാൻ അവിടെ ചെന്നപ്പോൾ അനസും അവന്റെ ഉമ്മ ജലീലാത്തായും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇത്തായോട് കാര്യം പറഞ്ഞു. ഞാൻ മനസ്സിൽ കരുതിയത് അവനെ എന്റെ വീട്ടിലോട്ട് കൂട്ടുകിടക്കാൻ വിളിക്കാമെന്നാണ്. കാര്യം കേട്ടതും ഇത്ത അനസിനെ എന്റെ കൂടെ പറഞ്ഞയച്ചു. സത്യത്തിൽ ഇത് നല്ലൊരു അവസരമാണ്. അത് നല്ല രീതിയിൽ മുതലാക്കണം ഞാൻ തീരുമാനിച്ചു. ഞാനും അവനും കൂടി എന്റെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ ഞാനും അവനും മാത്രമേ ഉള്ളൂ. പക്ഷേ തുടക്കം എങ്ങനെയാകണമെന്ന ആശങ്കയിലായിരുന്നു ഞാനാണെങ്കിൽ അടിമുടി വിറയ്ക്കാൻ തുടങ്ങി. അവൻ ഏതെങ്കിലും രീതിയിലൊന്ന് തുടക്കമിട്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഞാൻ അവന്റെ മാമി ആയതുകൊണ്ട് അവൻ എന്നേക്കാൾ പേടി അവന്റെ ഉള്ളിൽ കാണും. അതുകൊണ്ട് അവനൊന്നും വെട്ടിത്തുറന്നു പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഇക്കായുള്ള ദിവസങ്ങളിൽ അവൻ ചിലപ്പോഴൊക്കെ ഇവിടെ വന്ന് കിടക്കുന്ന സമയത്ത് അവന് കിടക്കാൻ ഒരു റൂമുണ്ടായിരുന്നു. ആ വരട്ടെ, എന്തെങ്കിലും ഒരു വഴി പടച്ചോൻ കാണിച്ചു തരും. അതൊക്കെ ആലോചിച്ചിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. ക്ലോക്കിൽ നോക്കിയപ്പോൾ രാത്രി 9 മണി. അനസ് ഹാളിലിരുന്ന് മൊബൈൽ നോക്കുവാണ്. ഞാൻ ചെന്ന് അവനെ വിളിച്ചു. രാത്രി 9 മണിയായി, നിനക്ക് ഭക്ഷണമൊന്നും കഴിക്കണ്ടേ? എപ്പോഴും ഇങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നോണം. അവൻ തല ഉയർത്തി എന്നെ ഒന്ന് നോക്കി. വിളമ്പിയോ മാമി? അവൻ ചോദിച്ചു. വാ വിളമ്പി. ഞാൻ അടുക്കളയിൽ പോയി 2 പേർക്കും ഭക്ഷണം വിളമ്പി ഡൈനിങ് ടേബിളിൽ എടുക്കാൻ നേരം അവൻ വന്നു പറഞ്ഞു, എന്തിനാ മാമി ഇനി ഇതെല്ലാം കൂടി അങ്ങോട്ട് പറക്കുന്നത്? നമ്മൾ 2 പേരല്ലേ ഉള്ളു, നമുക്ക് ഈ അടുക്കളയിലെങ്ങാനും അങ്ങിരിക്കാം. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നാ നിന്റെ ഇഷ്ടം പോലെ. അങ്ങനെ ഞങ്ങൾ ഓരോ കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് ഭക്ഷണം കഴിച്ചു. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അവന്റെ നോട്ടം പാളിപ്പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ആഹാരമെല്ലാം കഴിച്ചതിന് ശേഷം കൈ കഴുകി അവൻ അവന്റെ മുറിയിലേക്ക് പോയി. അപ്പോഴും എന്റെ മനസ്സിൽ പെരുമ്പറ താളം മുഴക്കിക്കൊണ്ടിരുന്നു. ഞാൻ പാത്രമെല്ലാം കഴുകി വെച്ചിട്ട് അടുക്കളയുടെ കതക് അടച്ച് നേരെ അവന്റെ മുറിയിലേക്ക് ചെന്നു. കുറച്ചുനേരം ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. അവൻ ഇടയ്ക്കിടയ്ക്ക് കോട്ടുവായിടുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവന് വല്ലാത്ത ഉറക്കം വരുന്നുണ്ടെന്ന്. എനിക്കാണെങ്കിൽ അന്നത്തെ ആ രാത്രി എങ്ങനെയെങ്കിലും എന്റെ ആഗ്രഹം ഒന്ന് നിറവേറ്റണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നിനക്ക് ഉറക്കം വരുന്നെങ്കിൽ കിടന്നോ. ഞാൻ അതും പറഞ്ഞ് എഴുന്നേറ്റ് എന്റെ മുറിയിലേക്ക് പോയി. ഞാൻ എന്റെ കട്ടിലിൽ പോയിരുന്നു. എന്ത് ചെയ്യണം, എങ്ങനെ തുടങ്ങണം ഒന്നും അറിയാൻ വയ്യ. പെട്ടെന്ന് എനിക്കൊരു ഐഡിയ തോന്നി. ഞാൻ എഴുന്നേറ്റ് അവന്റെ മുറിയിൽ ചെന്നു. അവൻ ഉറങ്ങിയിരുന്നു. ഞാൻ അവനെ വിളിച്ചുണർത്തി. എന്താ മാമി? അവൻ ചാടി എഴുന്നേറ്റു. മോനെ, ഇക്ക ഇല്ലാത്തത് കൊണ്ട് മാമിക്ക് അവിടെ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാകുന്നു. നീ കട്ടിലിൽ കിടന്നു, മാമി താഴെ കിടന്നോളാം. അതും പറഞ്ഞ് ഞാനൊരു ബെഡ്ഷീറ്റ് വിരിച്ച് താഴെ കിടന്നു. എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നതേയില്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞങ്ങനെ കിടക്കുകയാണ്. എങ്ങനെ എന്റെ ആഗ്രഹം എവനെ ഒന്ന് അറിയിക്കും? അതായിരുന്നു എന്റെ ചിന്ത മുഴുവൻ. കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് അവിടെ തന്നെ കുത്തിയിരുന്നു. അപ്പോൾ അവൻ എന്നോട് എന്തു പറ്റി മാമി എന്ന് ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവനും ഉറങ്ങാതെ കിടക്കുമായിരുന്നെന്ന്. എന്നെ പോലെ ഒരു കിടിലൻ സാധനം അടുത്ത് കിടക്കുമ്പോൾ അവൻ എങ്ങനെയാണ് അടങ്ങിക്കിടന്ന് ഉറങ്ങാൻ പറ്റുക? അതുകൊണ്ട് എനിക്കൊരു സമാധാനമായി. ഞാൻ അവനോട് പറഞ്ഞു, മോനെ, കാലിന് ഭയങ്കര വേദനയുടെ മാമിയുടെ, അതാ എഴുന്നേറ്റ് കുത്തിയിരുന്നത്. പെട്ടെന്ന് അവൻ എന്നോട് ചോദിച്ചു, കാല് തടവിത്തരണോ മാമി? സത്യത്തിൽ ആ ഒരു ചോദ്യത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. എന്റെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഞാൻ പതിയെ കാല് താഴെ കുത്താൻ പറ്റാത്തതുപോലെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് വന്ന് എന്റെ കയ്യിൽ പിടിച്ച് കട്ടിലിലേക്ക് ഇരുത്തി. ഞാൻ കാല് കട്ടിലിൽ നീട്ടി വെച്ചിരുന്നു. അവൻ പതുക്കെ എന്റെ കാലിന്റെ പാദം മുതൽ തടവിത്തന്നു. പുറത്താണെങ്കിൽ ഒരു മഴയ്ക്കുള്ള വട്ടം കൂട്ട് നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. എന്തായാലും എന്റെ മനസ്സിൽ ആഗ്രഹിച്ചതിനേക്കാൾ ഉപരിയായിട്ട് തന്നെ എല്ലാം പര്യവസാനിച്ചു.